ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. 1-ാം തീയതി തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് മെയ് 10-ാം തീയതി പാലക്കാട്ട് അവസാനിക്കുന്ന രീതിയിൽ കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. മാറാത്തത് ഇനി മാറും. കേരളം ഒരു വികസിത കേരളമായിട്ട് മാറ്റും. അതിന് പാർട്ടിയുടെ പ്രവർത്തകർ മുകൾ തലം മുതൽ ഏറ്റവും അവസാനത്തെ പ്രവർത്തകൻ വരെയുള്ളവരെ അതിന് സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ വികസിത കേരളം കൺവെൻഷൻ എന്നതുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത്. പാർട്ടിയുടെ അവസാന പ്രവർത്തകൻ വരെയുള്ളവർക്ക് അവരുടെ മിഷൻ എന്ന് പറയുന്നത് വികസിത കേരളമാണ് എന്ന ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം പകർന്നു നൽകുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ കൺവെൻഷനുകളിൽ പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള പാർട്ടി നേതാക്കന്മാർ പങ്കെടുക്കും, ഓരോ സംഘടനാ ജില്ലയിലും. അതുകൂടാതെ ജനപ്രതിനിധികൾ, 2020 തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തെത്തിയ ജനപ്രതിനിധികൾ, അതുപോലെ ഇത്രയും കാലമായി എപ്പോഴെങ്കിലും ബി.ജെ.പിയുടെ മെമ്പറായി ജയിച്ചിട്ടുള്ള പ്രവർത്തകർ, അങ്ങനെ താഴെ തലത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരിയുള്ള 1000-ഓളം പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷനുകളായിരിക്കും വികസിത കേരളം കൺവെൻഷൻ എന്ന നിലയിൽ കേരളത്തിൽ നടക്കുന്ന 30 കൺവെൻഷനുകൾ. പാർട്ടിയുടെ സജീവാംഗങ്ങളും ഈ കൺവെൻഷനിൽ പ്രത്യേകം ക്ഷണിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ മാർച്ച് 24-ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത സമയത്ത് തന്നെ ആ ചുമതല ഏറ്റെടുത്ത് അതിനുശേഷം അദ്ദേഹം അവിടുത്തെ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സങ്കല്പം ഒരു വികസിത കേരളമാണ്. രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ പരിശ്രമത്തിനോടൊപ്പം ഒരു കേരളവും വികസിത കേരളമായി മാറേണ്ടതുണ്ട്. കേരളവും വികസിത കേരളമായാൽ മാത്രമേ രാജ്യം വികസിത രാജ്യമാകൂ എന്ന ഒരു സന്ദേശമായിരുന്നു അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞത്. അതിനെ തുടർന്ന് ഏപ്രിൽ 6-ാം തീയതി ബി.ജെ.പിയുടെ സ്ഥാപന ദിനത്തിൻ്റെ അന്ന് ബി.ജെ.പി. ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു വലിയ സന്ദേശം നൽകി. എല്ലാ പ്രവർത്തകരും കേന്ദ്ര പദ്ധതികളുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി ബി.ജെ.പി. സജ്ജമായിരിക്കണം. പ്രവർത്തകർ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരായിട്ട് മാറണം. മലയാളികളെ മുഴുവൻ സേവിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ബി.ജെ.പി. മാറണം. നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ച എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്ന ആ മുദ്രാവാക്യം അക്ഷരം പ്രതി ബി.ജെ.പിയുടെ പ്രവർത്തകർ ഹൃദയത്തിൽ ഏറ്റെടുക്കണം എന്നതായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്കായിട്ട് നൽകിയ സന്ദേശം. അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയാണ് ഏപ്രിൽ 6-ാം തീയതി ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. വരുന്ന ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ ആ ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനം ഭംഗിയായിട്ട് നടക്കുകയും അത് പ്രവർത്തകർ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് പ്രവർത്തകരെ, പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകരെ നേരിട്ട് കണ്ട് ഇതിൻ്റെ സന്ദേശം സംസ്ഥാന അധ്യക്ഷൻ തന്നെ നൽകുന്നു എന്നുള്ളതാണ് ഈ വികസിത കേരളം കൺവെൻഷൻ്റെ പ്രത്യേകത. അതിലുള്ള മറ്റൊരു പ്രത്യേകത, പാർട്ടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിഷൻ 2025 മിഷൻ 2025 എന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വവും ഇതിൻ്റെ കൂടെ നിർവഹിക്കപ്പെടുകയാണ്. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ വരെയുള്ളവർക്ക് അവരുടെ മേഖലയിൽ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി
അതിനുവേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി അത് തയ്യാറാക്കുകയും അവർക്ക് അവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താനുള്ള പ്രചോദനം നൽകുക എന്നുള്ളത് ഈ യാത്രയുടെ ഒരു ഉദ്ദേശമാണ്. ആ രീതിയിൽ സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വികസന പാതയിലും വലിയ ഒരു മുതൽക്കൂട്ടാകാൻ പോകുന്ന യാത്രയാണ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന 20 ദിവസം നീണ്ടു നിൽക്കുന്ന വികസിത കേരളം കൺവെൻഷൻ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വികസിത കേരള കൺവെൻഷൻ്റെ ഭാഗമായി അവിടെ എത്തുന്ന സംസ്ഥാന അധ്യക്ഷന് ജില്ലയിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ആദ്യമായിട്ട് ജില്ലയിലെത്തുന്നു എന്ന സാഹചര്യത്തിൽ വൻപിച്ച സ്വീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ജില്ലകളിലെ ബലിദാനികളുടെ സ്മൃതി സ്ഥലങ്ങൾ, ബലിദാനികളുടെ വീടുകൾ, പ്രമുഖ വ്യക്തികളെ സന്ദർശിക്കൽ, പ്രമുഖ സ്ഥാപനങ്ങൾ സന്ദർശിക്കൽ, വികസിത കേരളത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. കേരള രാഷ്ട്രീയത്തിലെ നിഷേധാത്മക രാഷ്ട്രീയത്തിൽ നിന്ന് ഭാവാത്മക രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരിശ്രമം എന്ന നിലയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ഈ വികസിത കേരളം കൺവെൻഷൻ ഭാവിയിൽ അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കൺവെൻഷന് കേരള പൊതുസമൂഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്, ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നാളെ ഈസ്റ്റർ ദിനമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈസ്റ്റർ ആഘോഷിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും ഈസ്റ്റർ ദിന സന്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈസ്റ്റർ ദിനത്തിനോടനുബന്ധിച്ച് നാളെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് ചില പള്ളികൾ സന്ദർശിക്കുകയും ഈസ്റ്റർ ദിന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. സംസ്ഥാനത്താകമാനം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ എന്നിവർ അതാത് സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും മത മേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് ഈസ്റ്റർ ദിന സന്ദേശവും സ്നേഹ സന്ദേശവും കൈമാറും. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് BJP സ്നേഹയാത്രകൾ എന്ന നിലയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ചില പ്രചരണ പരിപാടികളും പ്രവർത്തകരെ സജ്ജമാക്കലും നടത്തി വന്നിരുന്നു. പക്ഷേ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പഞ്ചായത്ത് തലം, ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ 10,000-കണക്കിന് ക്രിസ്ത്യൻ സഹോദരന്മാരുടെയും പാർട്ടിയായിട്ട് BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലും പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഈസ്റ്റർ ദിന സന്ദേശവുമായിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഭവനങ്ങളിൽ ഒരുമിച്ചുകൂടി അങ്ങനെ ക്രിസ്ത്യൻ സഹോദരന്മാരും ഭാരതീയ ജനതാ പാർട്ടിയും ഒരേ ചിന്താധാരയിലൂടെ മുന്നോട്ട് പോകുന്ന ആ മഹനീയമായിട്ടുള്ള സ്വപ്നത്തിൻ്റെ പ്രവർത്തനം നടത്തും എന്നതാണ് യാഥാർത്ഥ്യം. ആ രീതിയിൽ ഈസ്റ്റർ ദിന സന്ദേശവും ഈസ്റ്റർ ദിന ആശംസകളുമായിട്ട് 10,000-കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ ഇന്നും നാളെയും കേരളത്തിൻ്റെ വിവിധ ബൂത്തുകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കും. കേട്ടില്ല. ആ ബന്ധമുള്ളവരെല്ലാം അത് ചെയ്യുന്നുണ്ട്. BJP സംബന്ധിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനതയുടെയും പാർട്ടിയാണ് BJP ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടിയാണ്, മുസ്ലിം സമൂഹത്തിന് വേണ്ടിയാണ് മുത്തലാഖ് നിരോധിച്ചത്. മുസ്ലിം സഹോദരിമാരുടെ മാനാഭിമാനം സംരക്ഷിക്കാനാണ്. BJP വഖഫ് ബോർഡിൽ ഉൾപ്പെടെ മുസ്ലിം സഹോദരിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചു.
അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഏറെ കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള പ്രസ്ഥാനം BJP ആണ്. ആ ഒരു ബോധം മുസ്ലിം കുടുംബങ്ങളിലുണ്ട്, മുസ്ലിം സഹോദരിമാർക്ക് പ്രത്യേകിച്ചുണ്ട്. അത് വരും നാളുകളിൽ BJPക്ക് അനുകൂലമായിട്ട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ മാറ്റത്തിൻ്റെ ചാലകത ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരട്ടെ, നമുക്ക് നോക്കാം, വരട്ടെ. അതെ, സ്നേഹയാത്ര എന്ന ഓരോ വർഷവും ഓരോ പേരാണ് ഇടുക. അതെ, ഓരോ വർഷവും നമ്മൾ ഓരോ പേരാണ് ഇടുക. ഇപ്പോൾ ഞങ്ങൾക്ക് അത്തരത്തിലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിൽ 10,000-കണക്കിന് സഹോദരന്മാർ പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഈസ്റ്റർ ആശംസിച്ച്, ഈസ്റ്റർ ആഘോഷിച്ച് പോവുകയാണ്. കേരളത്തിലെ 3.25 കോടി മലയാളിയെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റേതുമായിട്ടുള്ള തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പാർട്ടിയുടെ അവസാന പ്രവർത്തകൻ്റെ വരെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കലാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ജില്ലകളിലേക്കുള്ള ആദ്യ യാത്രയുടെ പ്രധാന അജണ്ട. അതാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. പ്രവർത്തകർ ഏറ്റെടുത്തോളൂ. അതെ, തൃശ്ശൂർ വികസിത കേരളത്തിന് വേണ്ടി ആരാവശ്യപ്പെട്ടാലും അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സൃഷ്ടിക്കുന്നത് വികസിത കേരളം തന്നെ ആയിരിക്കണമെന്ന് BJPക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് യാത്രകളും പ്രകടനങ്ങളൊക്കെ നടത്തിയവർക്ക് ഒരു വികസിത കേരളം നൽകാൻ സാധിച്ചിട്ടില്ല. അധോഗതിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തെയാണ് 70 വർഷമായിട്ട് സൃഷ്ടിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് BJP കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വികസന സ്വപ്നങ്ങൾ നൽകുന്ന ഒരു പുതിയ മുദ്രാവാക്യം, ഭാവാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് കേരളത്തിലെ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരും അതിനെ സ്വീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJPക്ക് ഈ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് എടുത്തിരുന്നു. അത് രാജ്യത്താകമാനമുള്ള ഒരു സംവിധാനമാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലാണ് ആശാ വർക്കേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്താകമാനം ഒരേ മാനദണ്ഡം വച്ചിട്ടുള്ള സംവിധാനങ്ങൾ പ്രായോഗികമല്ല. അതുകൊണ്ട് അതിൻ്റെ ആ സാഹചര്യങ്ങളെല്ലാം വച്ചിട്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അത് സ്വാഭാവികമായിട്ട് വരും. ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നത് അവിടെ കേന്ദ്രം എന്തെങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ടല്ല. പിണറായി വിജയൻ സർക്കാർ ആശാപ്രവർത്തകർക്ക് സർക്കാർ വരുന്ന സമയത്ത് കൊടുത്ത മാനിഫെസ്റ്റോയിലെ വാക്കുകൾ അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് സമരം ചെയ്തത്. അത് അവരോട് നീതി കാണിക്കണം, അവരോട് ദയ കാണിക്കണം, അവരോട് സഹാനുഭൂതി കാണിക്കണം. എത്രയും പെട്ടെന്ന് ആശാപ്രവർത്തകർ അവിടെ നിന്ന് എണീപ്പിച്ചു വിടാനുള്ള മനുഷ്യത്വം പിണറായി വിജയൻ കാണിക്കണം എന്നാണ് 21-ാം തീയതി ഈ കേരളത്തിൻ്റെ ആഘോഷം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയൻ. അതിന് ആ ആഘോഷം നടത്തുന്നതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ആശാപ്രവർത്തകരെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് എണീപ്പിച്ചു വിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം ഈ ആഘോഷം നടത്തണമെന്നാണ് ശ്രീ പിണറായി വിജയനോട് BJPക്ക് പറയാനുള്ളത്.